കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു 2-3 പേഷ്യൻസ് ഏകദേശം അടുപ്പിച്ചൊരു 2-3 മാസത്തിനകത്ത് വന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിന്ന് പറയുന്നത്. അതായത് ഈ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞത് ഒരു ചെറിയ ഈ തൊലിപ്പുറത്ത് ഈ പ്രൊപ്യൂസിൻ്റെ അവിടെ ചെറിയ കുരുക്കളുണ്ടെന്നാണ് പറഞ്ഞ്. ആദ്യം നോക്കി അത് ഓയിൻമെൻറ്റൊക്കെ ഇട്ട് നോക്കിയിട്ട് അത് കുറയുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളോടെ കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ പുതിയ പുതിയ കുരുക്കൾ വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് വേദനയൊന്നുമില്ല, പക്ഷേ കുരുക്കളുണ്ട് ചുറ്റിനും, ഏകദേശം അതിൻ്റെ ചുറ്റിനും ആയിക്കഴിഞ്ഞ സമയത്താണ് നമ്മൾ എടുക്കൽ വന്നത്. അപ്പോൾ ഞാനത് വിശദമായിട്ട് ചോദിച്ചു. പക്ഷേ ഷുഗറൊന്നുമില്ല, മറ്റ് അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെന്താണെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് ചെറിയ ഈ വാർട്ട് പോലുള്ള ചെറിയ ലീഷൻസ് ആ പ്രൊപ്യൂസിൻ്റെ ചുറ്റിനും വന്നു. ആദ്യം 1-2 എണ്ണം വന്നു, അത് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് അതിന് ചുറ്റിനുമായി. എന്നാൽ ബാക്കി അകത്തോട്ട് അത് വ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് ജെനിറ്റൽ വാർട്ട് എന്നാണ് പറയുന്നത്. ജെനിറ്റൽ വാർട്ട് എന്ന് പറയുന്നത് ഉണ്ടാകാനുള്ള കാരണം സാധാരണ ഈ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള ഈ അസുഖമുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. വന്നു കഴിഞ്ഞാൽ ആദ്യം തൽക്കാലം എത്ര ഓയിൻമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റായിട്ട് മാറത്തില്ല. ഒന്നത്. 2, ഇത് ഒരിടത്ത് നമ്മൾ എന്തെങ്കിലും രീതിയിൽ അത് കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു സ്ഥലത്ത് പിന്നെയും വരും. ചിലപ്പോൾ അത് കരിച്ചു കളയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വരാൻ സാധ്യതയുണ്ട്. ഓയിൻമെൻറ്റ് കൊണ്ട് മാറിയില്ല, ചില പുതിയ ഓയിൻമെൻറ്റുകളുണ്ട്, പക്ഷേ അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ശാശ്വത പരിഹാരം കിട്ടത്തില്ല. ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് മനസ്സിലായത് ഇത് ആ പ്രൊപ്യൂസൽ മാത്രമേ ഉള്ളൂ, വേറെ ഗ്ലാൻസിലോട്ടോ വേറെ എങ്ങോട്ടോ അത് വ്യാപിച്ചതായിട്ട് കാണുന്നില്ല. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇത് ആ കംപ്ലീറ്റ് ആ സ്കിൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. ഈ സ്കിൻ കവർ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്രീഷൻസ് അതിനകത്ത് വരികയും ഇത് ബാക്കിയുള്ള അകത്തുള്ള ഭാഗങ്ങളിലോട്ട് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഗ്ലാൻസ് പെനീസിലോട്ടോ അല്ലെങ്കിൽ ആ യൂറിത്രയുടെ ചുറ്റിനുമൊക്കെ ഇത് വരാൻ സാധ്യതയുണ്ട്. അത് ഈ സ്കിൻ വന്ന് മൂടിയിരിക്കുന്നതുകൊണ്ടാണ്. അതിനകത്ത് എപ്പോഴും ആ ക്ലീനിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു സെക്രീഷൻ വന്നു കഴിഞ്ഞാൽ അത് പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോഴും ചിലപ്പോൾ അവർക്കും ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഈ പ്രൊപ്യൂസിൽ മാത്രമായിരിക്കുന്നതെങ്കിൽ അത് കംപ്ലീറ്റായിട്ട് നമ്മൾ റിമൂവ് ചെയ്യണം. സർക്കംസിഷൻ ചെയ്താൽ മതി. സർക്കംസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റായിട്ട് മാറും. അപ്പോഴത്തേക്ക് ഈ ഗ്ലാൻസ് എക്സ്പോസ്ഡ് ആകും, പിന്നെ അതവിടെ വരാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് ഈ ചെറിയ ലീഷൻസ് ചെറിയ കുരുക്കളാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേങ്കിൽ അത് വേറൊരു അസുഖത്തിൻ്റെ ആദ്യം തുടക്കമായിരിക്കും. ആ തുടക്കം നമ്മൾ കണ്ടുപിടിച്ച് അത് മാറ്റി കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് അസുഖം കംപ്ലീറ്റായിട്ട് മാറും. അതേസമയത്ത് വേറെ ഏതെങ്കിലും ബാക്കി ഭാഗങ്ങളിലോട്ടോ യൂറിത്രയുടെ ആ ചുറ്റിനോ അല്ലെങ്കിൽ ആ ഗ്ലാൻസ് പെനിസിൻ്റെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാര്യം അതിൻ്റെ ഒരു പാർട്ടൂടെ ചിലപ്പോൾ റിമൂവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തുടക്കത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കണം, അതിനുള്ള ശാശ്വതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, എന്നാലേ അത് ഫലപ്രദമാവുകയുള്ളൂ. നന്ദി. വീണ്ടും കാണാം മറ്റൊരു വിഷയമായി.